യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ UDYF-ന്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന 14 നേതാക്കന്മാർ, ചെയർമാനും കൺവീനറും അടക്കം ജോയിന്റ് കൺവീനർമാരടക്കമുള്ള 14 നേതാക്കന്മാർ പങ്കെടുക്കുന്ന ജില്ലാതല പ്രചരണ പരിപാടികളും 10 മുതൽ 15 വരെ തീയതികളിലായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തും സംസ്ഥാനത്തും അധികാരത്തിലിരിക്കുന്ന ഏകാധിപത്യ അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ UDYF-ന്റെ സ്ഥിരം സംവിധാനം ഇനിയും തുടർച്ചയായി ഇത്തരത്തിലുള്ള ബോഡികൾ കൂടുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ UDF-ന്റെ യുവജന സംഘടനകളിൽ ഓരോ സംഘടനയും അവരവരുടെ രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും കേരള സർക്കാരിനെതിരെയും വലിയ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ, UDF-ലെ മറ്റ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് UDF-ന്റെ യുവജന വിഭാഗങ്ങളെ മൊത്തത്തിൽ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. ഗ്രേറ്റ് മാർച്ച് എന്ന നിലക്ക് ഫെബ്രുവരി ആദ്യവാരം 1 ലക്ഷം യുവാക്കളെ അണിനിരത്തിയിട്ടുള്ള സമരത്തിനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ജില്ലകളിൽ, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമായിരുന്നു നേരത്തെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നത്. UDYF-ന്റെ ഒരു കോർഡിനേഷൻ ജില്ലകളിലേക്കും അതിനുശേഷം കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് പ്രധാനമായും ഈ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. താങ്ക് യു. ഇത്തരത്തിൽ 10-ാം തീയതി അതിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകും. 10-ാം തീയതി വിശാലമായ ഒരു യോഗം UDF-ന്റെ കൂടി നേതാക്കന്മാർ പങ്കെടുക്കുന്ന തരത്തിലുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്നതിനെ പറ്റി 10-ാം തീയതി തീരുമാനിക്കും.